വിടുമാ അമ്മ ഇത് ഓക്കെയല്ലേ അമ്മ? അതൊക്കെ ശരിയാക്കാം നമുക്ക്. മക്കളെ വിഷ്ണു, ഒരു കാര്യം ചെയ്, ആ പുട്ടിന്റെ പൊടി അങ്ങോട്ട് മാറ്റി വെക്ക്. മക്കളെ അത് ചെയ്യണ്ട, വേണ്ട, മാറ്റി വെച്ചേക്ക്. ഇനി ഒരു കാര്യം ചെയ്, ഈ പാത്രമൊക്കെ അങ്ങ് കഴുകി വെച്ചേക്ക്. പാത്രം ഞാൻ കഴുകി വെക്കാം. അത് പിന്നെ എനിക്ക് ആകെ അറിയാവുന്ന ഒരു പണിയാണ്. ലച്ചു കഴുകണമല്ലോ, കഴുകരുത്. നല്ല വൃത്തിക്ക് സോപ്പൊക്കെ കളഞ്ഞ് മണമൊന്നും ഇല്ലാണ്ട് വേണം കഴുകാൻ. അമ്മ കറക്റ്റ് തന്നെ. വൃത്തി. ഓക്കെ. അല്ല അതെ, ഉച്ചക്ക് ആഹാരമൊക്കെ അടിച്ചു പൊളിക്കും, സമ്മതിച്ച്. പക്ഷെ എനിക്ക് വിശക്കണ ഇപ്പോ. വിശക്കണോ? പുറത്ത് ഓർഡർ ചെയ്താ? നിങ്ങക്ക് വിശക്കണമെങ്കിൽ ഓർഡർ ചെയ്തോ. നിങ്ങൾക്ക് വിശക്കണില്ലേ? നിങ്ങക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വിശക്കണില്ല, നമ്മളത് കുഴപ്പമില്ലല്ലേ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ട് ഓർഡർ ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആണോ? എന്നാ കുഴപ്പമില്ല. ലച്ചുവേ, അവിടെ ഒരു മുരിങ്ങക്കിരിപ്പുണ്ട്, നിങ്ങൾ എടുത്തുണ്ടോ? അമ്മ ഇത് ഓക്കെയല്ലേ അമ്മ? എവിടെ? ഇത്രയും കാലമായിട്ട് പച്ചക്കറി കട്ട് ചെയ്ത് പഠിച്ചില്ല അല്ലേ? അടിക്കാണ്ടിരിക്കണ എങ്ങനെയാടാ? കൊറേ കാലമായാലടാ നീ അടുക്കള കയറി നിരങ്ങിരിക്കണേ. കൊറേ സാധനങ്ങൾ കട്ടി പിടിച്ച് കഴിക്കുകയും ചെയ്യുമല്ലോ. ഇത്രയും കാലം നിനക്കത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നീ പഠിച്ചില്ല അല്ലേ? മുടിയുടെ സ്പീഡ് കൂടി. ലോകത്തെ എല്ലാത്തിനെ കുറിച്ച് നിനക്ക് നല്ല ബോധമാണല്ലോടാ. നീ ഇത് മാത്രം പഠിച്ചില്ലേ? അപ്പൊ ഇത് മാത്രം നിനക്ക് അറിയില്ലേ? കേശുവേടാ, ഈ മുരിങ്ങക്കോലെ സാധാരണ എവിടേക്കാ കാണാം? ഇതിന്റെ ശാസ്ത്രീയത എന്താടാ? ശവത്തെ കുത്താതെ മിണ്ടായി. വെജിറ്റബിൾ കാണിച്ച തെറ്റിന് വെജിറ്റബിൾ കൊണ്ട് അടി. ഹായ്, കൊള്ളാം. അമ്മ, ചേട്ടൻ മര്യാദക്ക് പാത്രം കഴിയില്ലെങ്കിലേ സോപ്പ് പൊടി അമ്മ ചേട്ടന്റെ കണ്ണിൽ വിതറുവോ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. അവനെ കണ്ണ് നീറൂലേ? ഇന്നൊന്നല്ലേ ചേച്ചി പറയണത്? ആ സോപ്പ് പൊടി അവന് ഞാൻ വായിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. എന്തോന്ന് മര്യാദക്ക് പാത്രം കഴിയടാ. അമ്മ തമാശ പറഞ്ഞോ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കുളവുണ്ടാ? അമ്മ തമാശ പറഞ്ഞല്ലോ, അമ്മ കാര്യമായിട്ടല്ലേ പറയുള്ളൂ. അമ്മ പാത്രം കഴിയടാ. കേശുവേ, മക്കള് പച്ചക്കറി എന്തായാലും കട്ട് ചെയ്യാൻ പഠിച്ചില്ലല്ലോ, പിന്നെ പഠിക്കാം. അത് മാറ്റി വെച്ചേക്ക്. അപ്പുറത്ത് പോയിട്ട് ആ തേങ്ങ എടുത്തിട്ടൊന്ന് പൊതിക്ക്. ചെല്ല്, തേങ്ങ എടുത്തിട്ടൊന്ന് പൊതിക്കാൻ. ഓ ശരി. ഇങ്ങോട്ട് പോടാ. എടാ അങ്ങോട്ട് പോടാ. അവിടെ അല്ലേടാ തേങ്ങ. നീലുവേ, എനിക്ക് മനസ്സിലായി. എന്ത്? മത്തിപ്പീര് ഉണ്ടാക്കാൻ പോയല്ലേ? അതൊക്കെ ഉണ്ട്, പറയാം. പാത്രം കഴിക്കഴിഞ്ഞ മോനെ? കഴിക്കൊണ്ടിരിക്കണം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായോണ്ട് ഇന്ന് നീല് ലഞ്ച് പൊളിക്കണമല്ലോ. അമ്മ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളോട് പറയാ, വെയിറ്റ് ചെയ്യ്. അമ്മ, ഞാൻ ആ കാന്താരി രസം ഉണ്ടാക്കട്ടെ? വെപ്രാളപ്പെടില്ലേ ലച്ചു, നമുക്ക് ചെയ്യാം. എന്റെ മോനെ ലച്ചു, നീലിനെല്ലാം അറിയാം. അത് അറിഞ്ഞും കണ്ടും കേട്ടൊക്കെ ചെയ്യുള്ളൂ. ലച്ചു, ആ ഫ്രിഡ്ജിൽ മത്തിരിക്കണ്ട്, പോയെടുത്തുണ്ടോ? ശരി, ആ പാത്രം മാറ്റി വെച്ചേ. മതി, കഴിയത് മതി. മാറ്റി ഞാൻ 3 കഴിയുന്നുണ്ട്. ആണാ? ഇനി പിന്നെ കഴുക. മാറ്റി വെച്ചേക്ക്. മാറ്റി വെക്ക്, അത് വേറെ പണി തരാം. എന്നാ മകളി കത്തി പിടിച്ചേ. കത്തി പിടിക്കേ, കത്തി പിടിക്കേ. ഇങ്ങടുത്തെ മത്തി മതി. ഇനി ഈ മത്തി അപ്പുറത്തോണ്ടായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തുണ്ടോ? ഞാനാ? എന്ത് മത്തി കട്ട് ചെയ്യണ നീ കണ്ടിട്ടില്ലേടാ? ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, കാണുന്ന പോലെ അല്ലല്ലോ ചെയ്യണം. കാണുന്ന പോലെ തന്നെയാണ് ചെയ്യുമ്പോഴും. ചെയ്ത് പഠിക്കുമ്പോ നീ നല്ലോണം പഠിച്ചോളൂ. പോയി കട്ട് ചെയ്യടാ. പോയി കട്ട് ചെയ്യടാ. എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതിന്റെ കുടലും മണ്ടമൊക്കെ പുറത്തെടുത്തിട്ട് ആ വാലൊക്കെ കട്ട് ചെയ്ത് സൈഡിൽ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് പോയി കട്ട് ചെയ്തിട്ടുണ്ടോ? ചെല്ല്. അത് കൂട്ടിനാരെങ്കിലും അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ തേങ്ങ ഈ വാക്കത്തി എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അത് ചിരണ്ടി കഴിഞ്ഞിട്ട് ആ മത്തി വെട്ടാൻ ചേട്ടൻ സഹായിക്ക്. ചെല്ല്, ചെല്ലടാ. ഞാനേ ഒരു ഫോൺ ചെയ്യാനുണ്ട്. പൊടിക്കടാ. തിരിച്ചങ്ങനെ പൊട്ടും. ആഹാ, നന്നായിട്ട് വെട്ടിയില്ല. എടാ, ഈ തേങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താടാ? തേങ്ങ കൊല. തേങ്ങ എടുത്ത് എറിഞ്ഞാ പോ. അമ്മ.